ഗൈസ് അങ്ങനെ നമ്മൾ വയലിൽ ഷൂട്ട് എടുക്കാൻ പോവാണ്. നമ്മളെ കാണിച്ചു തരാം. ഈ ഗെയിം കളിച്ച് കിടക്കണവനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പോണത്. നമുക്ക് റെഡിയാവാം. സമയം ഇപ്പം 4 മണി. ഏകദേശം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ്. നേരത്തെ കട്ട വെയിലേന്, അപ്പം നമുക്ക് വയലിൽ പോകാൻ പറ്റില്ല. അപ്പം ഇപ്പം പോവാന്നാണ് വിചാരിക്കണത്. ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാ ഈ ധാവണിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. മാലയും വളയൊക്കെ ഇപ്പം അമ്മ കൊണ്ടു തന്ന്. നമുക്കിതൊക്കെ ആയിട്ട് റെഡിയാവാം. ഞാൻ കുളിച്ചു ഗൈസ്. ഞാൻ ചെന്തയിൽ അവിടെ വരെ പോകുമ്പോൾ അമ്പലത്തിൽ കൂടി കയറാം. ഒരുത്തി എനിക്ക് കുടുക്കി തരികയാണ്. നമ്മൾ ധാവണി ഉടുത്ത് നമുക്ക് മാലയും വളയൊക്കെ സെറ്റാക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ആലോചിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ മുടി ഉണക്കണം. ദുർബല നിമിഷത്തിൽ ഞാൻ പ്ലാന് മാറ്റി കുളിക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പം ഇത് ഉണക്കിയെടുക്കണം. അത് ഈ നനഞ്ഞ മുടിയും വെച്ച് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാൻ പോകും? ഇതെങ്ങനെ ഉണക്കും? ഇവിടെ ഡ്രയറും ഇല്ല, ഒന്നുമില്ല. ഉണക്കി വെച്ച് ഞാൻ ട്രൈ ചെയ്യാം. ഇതിങ്ങനെ നിരത്ത് വെച്ചിട്ട് നടപടിയാവൂല. എന്തെങ്കിലും ചെയ്ത് ഉണക്കാം ഗൈസ്. ഒരു ഇതൊക്കെ ഉണങ്ങി. നമുക്ക് മാലയും കമ്മലും ഇടാം. ഐ തിങ്ക് ദിസ് കമ്മൽ വിൽ ബി ഗുഡ്. വള അമ്മ കൊണ്ടുവന്നതിൽ എനിക്ക് ഇതേ ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പോൾ ഈ വളയിടാം. മാല കുറച്ച് ആഡംബരമായിപ്പോയോ ഗൈസ്? മാല കുറച്ച് ആഡംബരമായിപ്പോയോ? മാല ചിലപ്പോൾ ഞാൻ ഊരിക്കളയും. സണ്ണില്ലെങ്കിലും കുറച്ച് സൺസ്ക്രീൻ തേക്കാം. കാരണം എൻ്റെ അതിന് തേക്കാൻ വേറൊന്നുമില്ല. ഞാൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളിയാണ് ഗൈസ്. എൻ്റെ മുഖം അത്യാവശ്യം ഒന്ന് ബ്രൈറ്റ് ആവുന്ന തുടങ്ങിയത് ഇത് വെച്ചത്. തീരാനേ പുതിയത് വാങ്ങിയത് കാണുന്നില്ല. അപ്പം നമ്മൾ പഴയത് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. തേച്ച മുഖം തിളങ്ങുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ട്രൈപോഡൊക്കെ ആയിട്ട് ഇനി പോവാം. ബൈ മിസ്റ്റർ കണ്ണൻ, കം ഓൺ ലെറ്റ്സ് ഗോ. എണീക്ക്, 4:45 വാ. വെളിച്ചം കൂടിയില്ല. ആ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് വാ. ഈ ചങ്ങ അവിടെ വിളിച്ചോളൂ. ദിസ് ചങ്ങായിനോട് ഞാൻ പറഞ്ഞേ ഷർട്ടും മുണ്ടും എടുത്ത് വരാൻ. ഇവ മുണ്ടെടുക്കാണ്ട് ഷർട്ട് എടുത്ത് വന്ന് വൈ ബട്ട് വൈ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും ഷൂട്ട്. ഞാൻ ഒറ്റയ്ക്ക് എടുക്കും ഗൈസ്, ഒറ്റയ്ക്ക്. അവൻ പുറപ്പെടുത്തേ. എവിടെ വന്നാലും എനിക്ക് പെറ്റ് വേണം ഗൈസ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വാങ്ങിയ അമ്മമ്മേൻ്റെ കടലപ്പാത്രം അതിനകത്ത് കടല ഒക്കെ എടുത്ത് ഒഴിവാക്കി ഞങ്ങൾ അതിൻ്റെ അകത്ത് മീനിട്ട് വെച്ചതാണ്. രണ്ടും ബർഗിണികളാണ്. ബർഗിണികൾ വേദം അറിയണം കേട്ടോ. ബർഗിണിന്ന് രണ്ടും ഗർഭിണിയാണ്. എന്ന് പ്രസവിക്കുക വിചാരിച്ച് ഞങ്ങൾ 3-4 ദിവസമായി നോക്കിയിരിക്കണം. ഇതുവരെ പ്രസവിച്ചില്ല. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇവൻ വന്നിരിക്കുകയാണ് ഗുയിസ്. ഏട്ടാ. എല്ലാം കൂടെ ഇറങ്ങിയ പോയിട്ട് വരാം ഗൈസ്. നമ്മൾ നടക്കുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പറയൂ. നാട്ടുകാർ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കും. അവർ നമ്മളെ നോക്കും. ചിലർ കുറ്റം പറയും. കണ്ണട നീ പറ.
വീഡിയോനെ ഇങ്ങനെ ഷൂട്ടിന് പോണതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യമായിട്ടാണോ താങ്കൾ ഷൂട്ടിന് പോണത്? ചക്ക കണ്ടോ ഗൈസ്? ചക്ക പണി പാളി ഉടുത്തത് ശരിയായില്ല. ഐറ്റിങ്ങള് ബാക്കിൽ വരുന്നുണ്ട്. അതാ വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട് ഗൈസ്. രണ്ടാൾക്കാർ കാണിച്ചു തരാം, വരുന്നുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ വയലിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വയൽ, അതാണ് റോഡ്. നമ്മൾ വയലിൻ്റെ നടുക്കുകൂടി നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. അമ്പലം പൂട്ടാൻ നമുക്ക് വേഗം വീഡിയോ എടുത്ത് വിടാം ഗൈസ്. എടുത്തിട്ട് ശരിയാവണില്ല, ഉടുത്തത് റെഡിയല്ല. ശരിയാവോ നോക്കാം. ഇവിടെ മുടി കെട്ടുന്ന ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ അവന് വേറെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല വിശാലമായ ഒരു പാടത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ കണ്ടോ ചീരയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. അവിടെ ആരോ നടന്ന് പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ നടന്ന് പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇതാ ഒരു 30 ചാക്കും പിടിച്ച് പോകുന്നുണ്ട് ഗൈസ്. നല്ല സ്പോട്ടാണ് ബാലുശ്ശേരിയിലേത്. കണ്ടോടെ ജീപ്പിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവള് പിന്നെ പറയണ്ടല്ലോ, ഫോട്ടോഷൂട്ട്. ഇനി ഇവളെ ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കച്ചറുണ്ടാക്കുന്നുണ്ട്. ഇവൻ ദാ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവള് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവള് ഇവിടെ ഷോളിൻ്റെ ഞുറി ഇടുകയാണ് ഗൈസ്. അങ്ങനെ നാട്ടുകാരൊക്കെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഇവളെന്തോ കടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഇവനെ വെറുപ്പിച്ച് പണ്ടാരടക്കുകയാണ്. കടിച്ചേ പറ്റൂ. പോണ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഗൈസ് പോണത്. വേണ്ട ഫേസ് കുറച്ച് കാണിക്കുന്നാലേ ഫോക്കസ് ആവും. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോവാണ് ഗൈസ്. പോവാം ഗൈസ്. നേരം വൈകിയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തൊയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. പുഴേൻ്റെ പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോണേ. ഒരു തുള്ളി വെള്ളമില്ല ഇവിടെ, ഒന്നൊരു തുള്ളി പോയിട്ട് ഒരു തുള്ളി വെള്ളമില്ല. നമ്മൾ കോട്ടയിലേക്ക് പോവാണ്. നല്ല മഴക്കാറുണ്ട് ഗൈസ്. അപ്പം എന്നെ ചീത്ത അറിയും, അത് വരെ ഉണ്ടാവും. ഓടിക്കോ, അല്ല ഓടണ്ട, കാല് വേദനയോ. ഇതാണ് ഗൈസ് ശുചിത്വ സുന്ദര കോട്ടനാട. ആ കോട്ടനാട ആരോ പറിച്ചുകൊണ്ടുപോയി. നല്ല കാറ്റും നല്ല മഴ. ചെറുതായിട്ട് വി ഗോയിങ് ടു ഹോം, യു കം വിത്ത് us, ഓക്കേ? ഹോം എത്തൂല, കാരണം മഴ ചാറുണ്ട്. കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അത് നനയ്ക്കാൻ പാടൂല ഗുയിസ്. നമ്മൾ എത്തുവോ എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ വരൂ. ക്യാമറ നനയൂല. ഇതോടെ കാലില് വല്ല മറ്റേ വീരറ്റ് ഫിക്സ് ചെയ്തിരിക്കണോ? ഞാൻ നടക്കുന്ന ഇനി ഓടുന്നു. ഞാനിപ്പോ കാറ്റത്ത് പറന്നു പോകും ഗുയിസ്. നമ്മൾ സർബത്ത് കുടിക്കാം ഗുയിസ്. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുകയാണ്. ഒരുത്തൻ ബാക്കിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്ത് വരുന്ന വ്ളോഗ് എടുക്കാം. വ്ളോഗ് മീറ്റ്സ് വ്ളോഗ്. ബൈ ഫ്രണ്ട്സ്. വീട്ടിലെത്തിയിട്ട് കാണാൻ ചീത്ത കേൾക്കുന്നത് വ്ളോഗ് എടുക്കാം കേട്ടോ. ഇപ്പൊ പറഞ്ഞൊന്നുകൂടി പറയൂ.
അല്ല ആരൊക്കെ കണ്ണ് വെച്ചിരിക്കുന്ന അറിയില്ല. വയലിൽ ഇറങ്ങിയപ്പോഴേ നാട്ടുകാർ മൊത്തം ഞങ്ങളെ നോക്കിക്കൊടു. ബസ് പോകുന്നവരടക്കം ബസ് പോകുന്നവരടക്കം ബസ് എന്റെ മോനെ ഒരു ബസ് ഫുള്ള് ആൾക്കാർ ഞങ്ങളെ നോക്കി ഗൈസ്. ഇവരൊരു മനുഷ്യന്മാരെ കണ്ടില്ലേ എനിക്ക് മനസ്സിലാകുന്നില്ല. നാട്ടിൻപുറാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യന്മാര്. ഞങ്ങൾ 4 പേര് അവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുക. ആ റോട്ടിൽ കൂടി പോയ സകലരും ഞങ്ങളീ നോക്കി നിൽക്കുക. എന്തോ മനുഷ്യന്മാരെ കാണാത്ത മാതിരി. വാട്ട് പീപ്പിൾ. വീടെത്തി ഗൈസ്. നീ നമുക്ക് ബാക്കി കേൾക്കാം. എന്താണ് നിങ്ങളുടെ മുഖം ഡ്രസ് മാറ്റി ഗൈസ്. എന്തൊരു സുഖം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവർ ക്യാരംസ് കളിക്കുകയാണ് ഗുയ്സ്. യൂട്യൂബിൽ മാത്രമേ വരൂ. നോക്കൂ ഗൈസ്, അവനെ ഉണ്ടാക്കിയതാണ്. ഓടിക്കളിച്ച് കാലുകുത്തി എന്നോട് വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ആര് ജയിച്ചു എന്ന് അറിയാൻ വേണ്ടി അതിനിടെ കൂടെ ഒരാൾ ഞാൻ നോക്കുമ്പോണ്ട് പറന്നു പോണി. ഇതിന്റെ ഇട കൂടെ ഓട്ട മത്സരം വെച്ചിട്ട് രണ്ടിന്റെയും കാല് പോയി ഗൈസ്. പൊടി വരും. അങ്ങോട്ട് ക്യാമറ വെച്ചവൻ ഓടൂല. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് പിടിക്കാം. ആര് ജയിക്കും പറയൂ. ഇതൊന്നും നടപടിയാവുന്ന എനിക്ക് തോന്നിയില്ല. വേണ്ട മോനെ, അടിച്ചു വീഴും അവിടെ എവിടെങ്കിലും. കഴുത്തിലൊക്കെ ഓടണ്ടേ വേഗം ഓടി. കഴുത്തിലേക്കൊക്കെ വേർത്ത്. എന്താണ് ഈ പരാജയത്തെ പറ്റി പരാജയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതുകൊണ്ട് ഇവിടെ നേരത്തെ ഇടിച്ചു പോയതാ. പിന്നെ ഞാനില്ല. എനിക്കയറ്റാത്ത ഭ്രാന്തൊന്നും ഇല്ല. അപ്പൊ ഗൈസ്, നമ്മൾ വേദന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കാണാൻ പോണത്. വേദയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ലോക്കൊക്കെ ഉള്ള പെട്ടിയാണ് ഞങ്ങൾ കൊടുത്തത് കുട്ടിക്ക്. 6 കിറ്റ്കാറ്റ് ഞങ്ങൾ 6 ആള് തിന്ന് ഗൈസ്. ഒന്നിപ്പോ തിന്ന്. അനിയമ്പക്ക് ഗിഫ്റ്റുകൾ നോക്കാം. എല്ലാരും കൊടുത്ത ഗിഫ്റ്റും വേദിയിലാണ് ടച്ച്. ആദ്യം തന്നെ അവന് തന്ന ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റിനെ അവഹേളിക്കരുത് സ്ത്രീ. നിങ്ങളവിടെ പെണ്ണുങ്ങളെ വിളിച്ച് ചീത്ത പറ. ഒന്നോളാ എന്നെ മര്യാദയ്ക്ക് കാണുന്നു. അനി എടുക്ക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വേദന്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തന്നെ ഒന്ന് സൂം ഔട്ട് ആക്കട്ടെ. കണ്ടോ അവനീ കൊടുത്ത ഗിഫ്റ്റ്? കണ്ടോ?
ഇത് 3D ചേച്ചി ടേപ്പ്. തന്നത് അത് ക്ലിപ്പിന്റെ. ഇത് ഞാൻ കൊടുത്തതാണ് ഗുയിസ്. അതും ഞാൻ കൊടുത്തതാണ് ഗുയിസ്. ഇതെനിക്ക് ഇവിടെ വീട്ടിന്റെ മേലുള്ള ഒരു ഒച്ചപ്പാടുണ്ടായില്ലല്ലോ. അത് അപ്പുറത്തെ ആരാധ്യ കൊടുത്തതാണ്. നല്ല ക്ലിപ്പ്. അത് ബാക്കിൽ കൊടുക്കുന്നാലേ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ അവിടെ കുടിച്ചിരുന്നത്. പിന്നെ ഒരു സ്ക്രഞ്ച് ഇത് 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 ആരാണെന്ന് പറയൂ. ഇതൊക്കെ ആരാധ്യ കൊടുത്തതാണ് ഗൈസ്. ഇത് അമ്മയാണ് തന്നത്. ഞാനാ. ഓക്കെ, എന്ന ചേച്ചിയാണ് തന്നത്. തുറന്ന് കാണിച്ചു തരാം. നല്ല പൊടിച്ചാണ്. സ്കൂളിൽ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. എങ്ങനെയുണ്ടാ എൻ്റെ ഗിഫ്റ്റ്? എങ്ങനെയുണ്ടാ? ഇവിടെ പെൻസിൽ വെക്കാം. ഇവിടെ വേറൊരാളുണ്ട്. ഇവിടെ സ്കെയിൽ അങ്ങനത്തെ ഒക്കെ വെക്കാം. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പിന്നെ എടുക്കാം. ഇത് അടുത്തത് അതമ്മ. ഒരു സാധനോട് ഇത് ഗസ്റ്റ് കടിക്കാൻ പറ്റുന്നത്. ഇത് ഏച്ചി തന്നതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ പറയൂ. അത് അവനീൻ്റെ ഗിഫ്റ്റ്. അത് എൻ്റെ ഗിഫ്റ്റ്. സെയിം ആണ്. Same party plan. No money, no honey. എന്റെ ഗിഫ്റ്റ് തിന്നേ. ഓന്റെ ഗിഫ്റ്റ് ഓള് തിന്ന് ഗൈസ്. ചെക്കനെ കഴുത്തിലൊക്കെ അന്നല്ലേ ഞാൻ ഏട്ടന്റെ ഗിഫ്റ്റ് ഞാൻ തിന്നെ. അടുത്തതൊരു പെയിന്റിന്റെ ബുക്കാണ്. നമുക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് പെയിന്റ് എടുത്തിട്ട് വെള്ളാക്കിയിട്ട് ഇവിടെ അടിക്കാം. അതിന്റെ ബ്രഷും പെയിന്റിംഗ് ബുക്ക് അതിൽ തന്നെ വെള്ളാക്കിട്ട് ആക്കിയാൽ. സോറി, ഇത് ഏച്ചി അമ്മ തന്നതാണ്. ഇത് ഭീഷ്മാമൻ തന്നതാണ്. 500 രൂപ. പിന്നെ അതാണ് ഒക്കെ പിടിച്ചത്. പിന്നെ കുറച്ച് എന്തേനു 5 സ്റ്റാർ ഉണ്ട്. ഞാൻ 4 ആക്കി കൊടുത്തു. നെക്സ്റ്റ് ഇതിന്റെ അമ്മൂട്ടി ഇത് അമ്മൂട്ടി കൊടുത്തതാണ്. നമുക്കത് കുത്തി ഓളെ ജീവിതാഭിലാഷ ബുക്ക്. തൊപ്പുള്ള ബുക്ക് തുറക്ക്. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഉന്തി പൊട്ടിക്കാം. ഉന്തി പൊട്ടിക്കാന്ന്. കണ്ണുന്തി പൊട്ടിക്കാന്ന്. ജേണൽ ഇവള് വരയ്ക്കും. എല്ലാത്തിലും ഓള് വരയ്ക്കും. ഒക്കെ എത്ര ഒരു 30-50 ബുക്കെങ്കിലും ഉണ്ട്. അതിലെല്ലാത്തിലും ഓള് വരച്ചേക്കും. ഓരോന്നിങ്ങനെ ജേണൽ ചെയ്യാ. എനിക്ക് എഴുതും ഒട്ടിക്കും. 2 ഗിഫ്റ്റ് ഈ പെട്ടിയും ഈ 500 ആണ്. ആ പെട്ടീന്റെ ഐഡിയ എൻ്റെ നട്ടോ. പെട്ടി 500 ആണ്. 500 പെട്ടി 500. ആ പെട്ടിക്ക് തന്നെ ഉണ്ട്. ബാക്കിയുള്ളവിടെ ഈ പെട്ടി ഫുള്ള് വെക്ക് ഗിഫ്റ്റ് ചെയ്ത് ഗൈസ്. ഇത് ഫുള്ള് വെക്ക് ഡ്രസ്സ് കിട്ടി. ഇതിന്റെ കളറ് പിന്നെ ഗാന്ധിജിയുടെ ഫോട്ടോ പിന്നെ അത് 500 എഴുതിയോണ്ട് പിന്നെ ഈ ഡിസൈൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കത്തിക്കാം ഗൈസ്. വേദന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ ഇപ്പോൾ കമ്പിത്തിരി കത്തിക്കും. അപ്രതീക്ഷിതമായി അപ്പുറത്തെ വീട്ടത്തെ മാഷി ഞങ്ങൾക്ക് പടക്കം തരാന്ന് പറഞ്ഞു. നമ്മൾ പടക്കം പൊട്ടിക്കാം ഗൈസ്. അപ്പൊ നമ്മൾ കമ്പിത്തിരി എന്നെ കാണില്ല. ഗിഫ്റ്റ് ആയിട്ട് വരും. എന്ത് പടക്കം? നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പടക്കം കിട്ടി ഗോയ്സ്. ഇനി നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. കുറച്ച് വാങ്ങാൻ കൂടി കിട്ടിയില്ല. പൊട്ടിക്കാൻ പോണത് ഇതാണ്. അയ്യ പൊട്ടിക്കണ്ട. പേടിയാണ്. ഫുള്ള് പൊട്ടിച്ച് തീർക്കാനേ. അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് ഗോയ്സ്. അമ്മേ ഓലപ്പടക്കം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടല്ല. പടക്കാണോ അത്? അല്ല, അല്ല ഞാൻ ഈശോയോ അതാ പൊട്ടാത്തെ. ഭരണാചരണങ്ങളെ വിറച്ചുപോയി. ബർത്ത്ഡേ പ്രമാണിച്ച് പടക്കം പൊട്ടിക്കാൻ അത് ഏറുന്നു പൊട്ടി. ഏറുന്നു പൊട്ടിയത്. ചെവി പൊത്താണ്ടെന്ന് എല്ലാരും നിന്നോക്ക്. ഇല്ല, ചെവി പൊത്താണ്ട് ഞാൻ നിക്കൂല. പേടിച്ചിട്ടാണ് ഗൈസ് വീഡിയോ ചെയ്യുന്നത്.
ഏറുന്ന പൊട്ടണൊക്കെ തീർത്താളെ ഇനി ഇതൊക്കെ ലാസ്റ്റ് ഒന്നും കൂടി ഉള്ളു ഗൈസ്. അങ്ങനെ നമ്മൾ ഓലപ്പടക്കം തൈക്ക് ജാഗത്തില വണ്ടി പോളൊരു തെറിച്ചടിച്ചു വീഴും. ചെടി കത്തി വീണ് നിന്നിങ്ങനെ കത്തി കത്തി അതിനെ വേണ്ട കഴിഞ്ഞില്ലേ? ചൊവ്വേ ചെവി രണ്ടെണ്ണം കണ്ടത്തിലുണ്ട്. പിന്നെ അമ്മമ്മ കൂട്ടിയിട്ട് കത്തിക്ക് വെള്ളം കൂടി അമ്മമ്മ കത്തിച്ചിട്ട് തിരിച്ചാണ് വെള്ളം പൊട്ടുന്നത്. ചെരുപ്പ് ഷൂ കത്തിക്കല്ലേ. വീഡിയോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ വ്ളോഗിലാ കൈ തീർക്കണി. കയ്യേ തീർക്കണി. ഭാവിയിൽ ഫേമസ് ആവാനുള്ള ഒരു അവസരമാണ് നീ തട്ടിത്തെറിപ്പിക്കുന്നത്. നീ അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ ഏച്ചി ഏട്ടൻ അങ്ങനെ അങ്ങനെ പോയത് ഒരു ശരിയില്ല. ഞാൻ പോവാ ചേച്ചി ഫസ്റ്റ് ഇട്ട് തുടങ്ങി. അങ്ങനെ ഓരോക്കെ കിടക്കാൻ പോയി. ഞങ്ങളിവിടെ കിടക്കാൻ, ഞാൻ ഇവിടെ കിടന്ന് ഫോൺ വെക്കുകയാണ്. ചങ്ങ ഇവിടെ കിടന്ന് ഗെയിം കളിക്കുകയാണ്. അപ്പം നമുക്ക് ഉറങ്ങണം ഗൈസ്. ഞാൻ അവിടെയാണ് കിടക്കണത്, ഇവൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഉറങ്ങാൻ പോകാം. അവിടെ ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് കിടന്നാണ് വീഡിയോ പറയാം. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.